ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ ഇവിടെ വന്നാണ് മഞ്ഞക്കുറ്റി പുനഃസ്ഥാപിച്ചത്. ആ സ്ഥലത്താണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനുള്ള. പ്രവീൺ പുരുഷോത്തമൻ, ഈ പ്രവീൺ നിൽക്കുന്ന ആ സ്ഥലത്തിന് ഒരു കഥയുണ്ട് അല്ലേ? അതിൽ ഒരു വലിയൊരു ആത്മസംതൃപ്തിയോടെ അവിടെ സമരസമിതിക്കാർ നിൽക്കുമ്പോൾ എന്താണ് അവർക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സ്മൃതി, ചെങ്ങന്നൂരിന് സമീപം കൊഴുവല്ലൂരിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു മഞ്ഞക്കുറ്റി നമുക്ക് പ്രേക്ഷകർക്കായി കാണിക്കാം. ഈ മഞ്ഞക്കുറ്റിയാണ് ഇവിടെ അന്ന് സ്ഥാപിച്ചത്. ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതിനെതിരെ വലിയ പ്രതിഷേധം അന്ന് ഇവിടെ നടന്നു. പോലീസ്, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴയ്ക്കുന്നത് നാം സ്ക്രീനുകളിൽ കൂടി കണ്ടു. അത് മലയാളികളെ ഒന്നടങ്കം വിഷമിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇന്നിപ്പോൾ UDF സർക്കാർ ആ സിൽവർ ലൈൻ ആ പ്രൊജക്ട് റദ്ദാക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളായിരിക്കാം. ഇപ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം. മുഖ്യമന്ത്രിക്ക് 1000 അഭിവാദ്യങ്ങൾ. കൂടെ ഞങ്ങളോട് കൂടെ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ എല്ലാ നേതാക്കന്മാർക്കും കോടി നന്ദിയും അഭിവാദ്യങ്ങളും ഈ സമയം അർപ്പിക്കുകയാണ്. സ്മൃതി, ഈ കാണുന്നതാണ് ഇവിടെ തങ്കമ്മയുടെ വീട്. ഈ വീടിന്റെ അടുക്കളയിലാണ് ആദ്യം ഈ സിൽവർ ലൈനിനായി മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത്. അതോടുകൂടിയാണ് ഈ പ്രദേശവാസികളെല്ലാം ഇവിടേക്ക് എത്തുകയും പിന്നീട് വലിയ പ്രതിഷേധമായി അത് മാറുകയും ചെയ്തത്. ജനങ്ങൾ ഇവിടെ എത്തി. അന്ന് രമേശ് ചെന്നിത്തല ഇവിടേക്ക് നേരിട്ടെത്തി ഇവിടെ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞു. പിന്നീട് അതിൻ്റെ പുറകെ മന്ത്രി സജി ചെറിയാൻ ഇവിടേക്ക് എത്തുന്നു. വീണ്ടും ആ മഞ്ഞക്കുറ്റി പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഘർഷ ഭൂമിയായി ഇവിടെ മാറുന്നു. ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ ഒന്നടങ്കം തീരുമാനമെടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ? ഞങ്ങൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഇത് കൂടുതൽ അനുഭവിച്ചത്. അവരനുഭവിച്ച ദുഃഖത്തിന് ഇന്നൊരു പരിഹാരം വന്നതിൽ ഞങ്ങൾ മുഴുവൻ പേരും സന്തോഷിക്കുന്നു. ഞങ്ങളെല്ലാം ഇപ്പോൾ 7ഉം 8ഉം കേസുകളിലെ പ്രതികളാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ പിൻവലിക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട്? 2021 സിൽവർ ലൈൻ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിയും ഉത്തരവിട്ട ആ പദ്ധതി ഔദ്യോഗികമായിട്ട് ക്യാൻസൽ ചെയ്യണം. കള്ളക്കേസുകൾ സർക്കാരിന് പറയാൻ പറ്റില്ല. പ്രവീൺ, അവരെ അറിയിക്കണം. കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ശുപാർശ ചെയ്താൽ സർക്കാർ നൽകാൻ പോകുന്നു. ഒരു കേസും ഇല്ലാതിരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞോളൂ അവരോട്. അതായത് കോടതിയാണ് കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതിനുള്ള ശുപാർശ UDF സർക്കാർ നൽകും എന്നാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. അതെ, മതി. സാറ് ശുപാർശ ചെയ്യണം. സാറ് വാക്ക് പാലിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും കേരയിൽ വിരുദ്ധ സമരസമിതിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും. ഇപ്പോൾ അന്ന് ഭൂമി ഈട് വെച്ച് വായ്പ എടുക്കാൻ പറ്റുന്നില്ല, വിവാഹങ്ങൾ മുടങ്ങുന്നു, പല പ്രതിസന്ധികളെയും നിങ്ങൾ നേരിട്ടു. അതൊക്കെ ഇനി മാറാൻ പോവുകയാണ്. അതെ, വളരെ സന്തോഷം. ഞങ്ങൾ അന്ന് അനുഭവിച്ചതെന്ന് പറയുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഞങ്ങൾ 3-4 സ്ത്രീകൾ തടയാൻ ശ്രമിച്ചിട്ട് പോലും പോലീസ്, അതായത് 4 വശത്തു നിന്ന് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എടുത്തുകൊണ്ടാണ് ഇതിനെ പോയതും. അതുപോലെ കാലൊക്കെ വെളിയിലോട്ടായിരുന്നു ജീപ്പില്. സമരം ചെയ്യുന്ന സമര സ്ഥലത്ത് വെച്ചോ കുറ്റി പിഴുന്നെടുത്ത് സമരം ചെയ്തെടുത്ത് വെച്ചോ അല്ലാതെ വെറുതെ നിന്ന ഒരു സ്ഥലത്ത്, ഒരു വിജനമായ പ്രദേശത്ത് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയ വീടിന്റെ വാതിക്കൽ നിന്നാണ് വലിച്ചഴിച്ച് കാലും കയ്യോ. അത് ക്രൂരമായ ഒരു വിനോദമായിരുന്നു പോലീസ് അന്ന് കാണിച്ചത്. അത് ഞങ്ങളുടെ 6ാം വാർഡ് മെമ്പറാണ്, ബിന്ദു മെമ്പർ. ഇദ്ദേഹത്തിന്റെ മുമ്പിലിട്ടാണ് എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയത്. യാതൊരു തെറ്റും ചെയ്തെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ശരി, പോലീസ് പ്രതികരണമാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്.